കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 ചോദിച്ചിട്ടുള്ള 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. Arcan Private Limited has provided the following particulars relating to goods sold by it to Black and White Private Limited. Determine the value of taxable supply made by Arcan Private Limited. Particulars rupees തന്നിട്ടുണ്ട്. Price of the goods 1 lakh, packing charge 10,000, commission 8,000, tax levied by municipal authority on the sale of such goods 2,000, സബ്സിഡി റിസീവ്ഡ് ഫ്രം എ നോൺ ഗവൺമെന്റ് ബോഡി NGO 1000. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡിറ്റർമൈൻ ദി വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ മെയ്ഡ് ബൈ ആർക്കാൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ എന്ന് ഹെഡിങ് കൊടുക്കുന്നു. ഇത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ എന്ന് ഹെഡിങ് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് 2 കോളംസ് ആയിട്ട്, ഒന്നാമത്തെ കോളം പെർട്ടിക്കുലേഴ്സും രണ്ടാമത്തെ എമൗണ്ട് കോളവുമായിട്ട് 2 കോളംസ് കൊടുക്കുന്നു. ഓക്കെ, പെർട്ടിക്കുലേഴ്സ് റുപ്പീസ്, ഈ രീതിയിൽ 2 കോളംസ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്? പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, പ്രൈസ് ഓഫ് ദി ഗുഡ്സ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ 1 lakh ആണ് പ്രൈസ് ഓഫ് ദി ഗുഡ്സ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ കാണിക്കുന്നു. ഇനി ഇവിടെ നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറയുന്നത് പാക്കിംഗ് ചാർജ് ആണ്. അപ്പൊ ഈ പാക്കിംഗ് ചാർജ് കൂടെ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. പാക്കിംഗ് ചാർജ് എന്നുള്ളതും ഇവിടെ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈയിൽ നമ്മൾ ഉൾപ്പെടുത്തും. പാക്കിംഗ് ചാർജ്, അതായത് പാക്കിംഗ് ചാർജ് തന്നിട്ടുള്ളത് എത്രയാണ്? 10,000 ആണ് പാക്കിംഗ് ചാർജ് തന്നത്. ഇനി നെക്സ്റ്റ് തന്നത് കമ്മീഷൻ ആണ്. കമ്മീഷനും നമ്മൾ ഈ സപ്ലൈ വാല്യൂ ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഉൾപ്പെടുത്തുന്നതാണ്. കമ്മീഷൻ എത്രയാണ്? 8,000 ആണ് തന്നത്. ദെൻ നെക്സ്റ്റ് നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നത് എന്താണ്? ടാക്സ് ലെവീഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി ആണ്. ഈ സെയിൽ ഓഫ് ഗുഡ്സിന്റെ മുകളിൽ മുനിസിപ്പൽ അതോറിറ്റി ഈടാക്കുന്ന ടാക്സ് ആണ്. അതിനെയും നമ്മൾ ഇവിടെ കാണിക്കണം. ടാക്സ് ലെവീഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി. മുനിസിപ്പൽ അതോറിറ്റി കളക്ട് ചെയ്യുന്നത് എത്രയാണ്? 2,000 ആണ് ഇതിന് മുകളിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഇനി സബ്സിഡി റിസീവ്ഡ് ഫ്രം നോൺ ഗവൺമെന്റ് ബോഡിയാണ്. സബ്സിഡി റിസീവ്ഡ് ഫ്രം നോൺ ഗവൺമെന്റ് ബോഡി 1000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഈ 1000 കൂടെ കാണിക്കുന്നു. ഇനി ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh 18 20 21 1,21,000 എന്ന് ടോട്ടൽ വരും. ഇതാണ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാം. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.